അല്ല ഞാൻ വേഗം വെച്ചിട്ടെ. എന്താണ് ഇന്റീരിയർ? ഇതൊക്കെ ചെയ്യുന്ന ആർക്കിടെക്ട്സ് അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മള് വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെയാണ് ആ, പിന്നെ വീടിനെ നമ്മൾ വസ്ത്രം ധരിപ്പിക്കുന്നത്. ആ ചോദ്യം പറഞ്ഞതുപോലെ തിരിച്ചെടുത്തത് കട്ട് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇന്റീരിയർ ഇന്റീരിയറിലെ വിവിധ തരം ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ. അതായത് ഏറ്റവും പുതിയ ട്രെൻഡ്സ്. അതെ. ഏറ്റവും പുതിയ എന്ന് പറയുമ്പോൾ 2025 വരാൻ പോകുന്ന 2025 വരാൻ പോകണം അപ്ഡേറ്റ്. 2024 മിഡോടെ തുടങ്ങി ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. കളർ വരും, മെറ്റീരിയൽ വരും, പിന്നെ കോൺസെപ്റ്റ്സ് വരും, കോൺസെപ്റ്റ്സ്. എല്ലാം ചേർത്തിട്ടുള്ള ഇന്റീരിയറിന്റെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അവസ്ഥ ഇപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ. ആർക്കിഫൈ ടോക്സ്. ഗെറ്റ് ആർക്കിഫൈ. അണ്ണാ, നമ്മൾ ഇന്റീരിയറിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് നമുക്ക് ശരിക്കും നമ്മൾ ആദ്യം കാണുന്നത് ഡോറാണ്. Yes. അല്ലേ? അപ്പോൾ അതോട്ട് പറഞ്ഞു തുടങ്ങണ്ടേ? അല്ല ഞാൻ വേഗം വെച്ചിട്ടെ. ഉം. എന്താണ് ഇന്റീരിയർ? ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയുക, ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ. ഉം. അതായത് നമ്മുടെ ഇതൊക്കെ ചെയ്യുന്ന ആർക്കിടെക്ട്സ് അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒരു വീടിന്റെ എസ്തെറ്റിക്, അതിനെ എൻഹാൻസ് ചെയ്യുന്ന, ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യുന്ന എന്തും ഇന്റീരിയർ ആണ്. 100% ഇന്റീരിയർ ആണ്. നമ്മൾ വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെയാണ് ആ, പിന്നെ വീടിനെ നമ്മൾ വസ്ത്രം ധരിപ്പിക്കുന്നത്. നമ്മുടെ അറ്റയർ മാറ്റുന്ന ഒരു സാധനമല്ലേ നമ്മുടെ ഡ്രസ്സിങ്. അതെ. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്റീരിയർ വരുന്നത്, അല്ലേ? അതുപോലെ അടുത്ത ചോദ്യം, ഇത്രയും കാശ് മുടക്കി ചെയ്യണം? ഒരു 20 ലക്ഷം രൂപ സ്ട്രക്ചർ ചെയ്ത് തീർന്ന വീട് 50 ലക്ഷം രൂപ മുടക്കി ഇന്റീരിയർ ചെയ്തു, അതിന്റെ ആവശ്യമുണ്ടോ? ഇത് ആഗ്രഹങ്ങളാണ്. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞതുപോലെ അറിവില്ലായ്മയാണ്. 20 ലക്ഷം രൂപ മുടക്കി ചെയ്യുന്ന ഒരു വീടിന് 50 ലക്ഷം രൂപയ്ക്ക് ഇന്റീരിയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അറിവില്ലായ്മ എന്നേ ഞാൻ പറയുള്ളൂ. അല്ല, മെറ്റീരിയൽ അനുസരിച്ച് മാറുമല്ലോ. അല്ല, അതാണ് അറിവില്ലായ്മ എന്ന് പറഞ്ഞത്. അറിവില്ലായ്മയാണ്. ഉം. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അതിനൊരു ചോദ്യം ചോദിച്ചതിനെ ബ്രേക്ക് ചെയ്യാം. ആ. നമ്മൾ അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട്, ഷർട്ടൊക്കെ ഇട്ട്, പാൻറ്റൊക്കെ ഇട്ട് ഇൻ ചെയ്ത് അവസാനം ഒരു ലൂണാറിന് ചെരുപ്പെടുത്തിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചോദിക്കേണ്ടി വരും ഇന്റീരിയറിന്റെ ഇല്ല, കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കിഡ്നിക്ക് വിലയില്ലാന്ന് ഞാൻ പറയും. ഓട്ടെ, ഇതൊക്കെ ഈ ആ ചോദ്യം പറഞ്ഞതുപോലെ തിരിച്ചെടുത്തത് കട്ട് ചെയ്യണം. അല്ലേ? ഒരു കട്ടുമില്ല. Editing പോണോ അത്? ഇല്ല 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 ഇല്ല, അതൊക്കെ ഇത് നേരത്തെ പറഞ്ഞ ലാഭം പറഞ്ഞ കണക്ക് ഇതൊക്കെ വെബ് സീരീസിൽ പോകുന്നതാണ്. ഇത് എഡിറ്റിൽ പോകുന്നതാണ്. അല്ല, ഇന്റീരിയർ അരുണെ നമുക്ക് ഈ പറഞ്ഞതുപോലെ എത്ര ലക്ഷം രൂപയ്ക്കും ചെയ്യാം. ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചോദിച്ചതിൻ്റെ ഒരു ആൻസർ പറയുവാണെങ്കിൽ നമുക്ക് ഫ്ലോറിങ്ങിൽ ഉപയോഗിക്കുന്ന ടൈല് നമുക്കൊരു അതെ. 20 രൂപ പോലും ആണെങ്കിൽ ഇന്ന് നമുക്ക് ടൈൽ ഇടാം. അതേസമയം 2000 രൂപയ്ക്ക് നമുക്ക് അതേ സെയിം സാധനം ഇടാം. അത്ര തന്നെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഡോർ എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ സ്റ്റീൽ വിൻഡോസ്, നമ്മൾ നേരത്തെ പറയുന്നത് Steel doors. പോലെ തന്നെ Steel windows and doors. സ്റ്റീൽ വിൻഡോസ് ആണ് ഡോസ്. അതുപോലെ തന്നെ അതിലേക്ക് വരുന്ന സമയത്ത് UPVC, UPVC. അല്ലേ? അതെ. അൾജീരിയൻ പ്രൊഫൈൽ നമ്മുടെ അലുമിനിയത്തിലേക്ക് വരുന്ന അതാണ് നിലവിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് വുഡ് ഇല്ല എന്ന് പറയുന്നില്ല. വുഡ് ആ പഴയ പാറ്റേൺ ഒക്കെ പോയി. പാറ്റേൺ ചെയ്ത് വുഡില്ലാതെ കളിയില്ല. lover. നിങ്ങള് കഴിഞ്ഞ ദിവസം ഇയാള് പറഞ്ഞില്ലേ, അലുമിനിയം ആയാലും അതുപോലെ മെറ്റൽ ആയാലും അതിനകത്ത് അവസാനം അടിച്ചു വെക്കുന്ന വുഡിന്റെ ടെക്സ്ചറാണ് പെയിന്റ് ചെയ്ത് വെക്കുന്നത്. അയ്യേ, അയ്യേ. ശ്ശെ. ചുമ്മാ അല്ല. ആരോട് പറയാനാ? അല്ലാതെ അതിനകത്തൊന്നും പറയാനില്ല. പക്ഷെ ഇതും കട്ടില്ല. ഇതും കട്ടില്ല, ഒട്ടും കട്ടില്ല. അല്ല, മുല്ല പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇതിനിടയ്ക്ക് കൂടെ പറയാം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ജോൺ ചേട്ടൻ, പുള്ളി വെളിയിലാണ്, പുള്ളി ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ടൈൽ ഷോപ്പിൽ വെച്ച് കണ്ടിരുന്നു, അബാബിയിൽ വെച്ചിട്ട്. അപ്പം നിങ്ങളെ പ്രത്യേകം അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു കേട്ടോ. വുഡ് ലവർ എന്ന് തന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞു. ഇയാൾക്ക് ഫാൻസ് ഉണ്ട്, ചുമ്മാ അല്ല, സർക്കാസമാണെന്ന് പോലും മനസ്സിലാവാത്ത ഒരു വുഡ്ലവർ. അതായത് ജോണേട്ടൻ പറഞ്ഞത് കിട്ടിയാ തല്ലും എന്ന് പറഞ്ഞ പോലെ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ഡോറിന്റെ അരിയൊക്കെ പറയുന്നു, അതെ, ഇതൊക്കെ ഒരു ട്രെൻഡിന്റെ ഭാഗമാണ്. ഡിസൈൻ ആണ് ട്രെൻഡിന്റെ ഭാഗമായിട്ട്, മെറ്റീരിയൽ അതിനെ ബാക്കപ്പ് ചെയ്യുന്നു എന്ന് വേണം പറയാനായിട്ട്. അതിലൊക്കെ ബഡ്ജറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇന്റീരിയറിലോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും പലരും ചിന്തിക്കുന്ന ആദ്യത്തെ ആശയത്തിൽ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇന്റീരിയർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ കബോർഡുകളും ഒക്കെയാണ്, സീലിങ്ങുകൾ. അത് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ ഡോർ ഉൾപ്പെടെ, അതിനകത്ത് ഇന്റീരിയർ വരുന്ന ഫർണിച്ചർ ഉൾപ്പെടെ, കർട്ടൻ ഉൾപ്പെടെ, അതിൽ താഴെ ഉപയോഗിക്കുന്ന ഷിയർ ഉൾപ്പെടെ, ഉപയോഗിക്കുന്ന ചവിട്ടി ഉൾപ്പെടെ, റഗ് ഉൾപ്പെടെ എല്ലാം നമ്മൾ അതിനകത്ത് വരും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കളർ ട്രെൻഡ്സ് നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. കാര്യം ഏറ്റവും കൂടുതൽ ചേഞ്ച് ആവുന്ന, വിസിബിൾ ആവുന്ന ഒന്ന് കളറാണ്, അല്ലേ? കളറാണ് നമ്മുടെ ഇന്റീരിയറിന്റെ ആ ഒരു, ശരിക്കും പറഞ്ഞാൽ ആ ഒരു എസ്തെറ്റിക്സ് തീരുമാനിക്കുക, എൻഹാൻസ് ചെയ്യുന്നത്. അതെ. എത്രമാത്രം. ഞാൻ ചോദിക്കട്ടെ, പണ്ടത്തെ ഒരു കളർ വുഡ് വൈറ്റ് ഓൾ ടൈം കളറാന്ന് വേണേൽ പറയാം. വുഡ് വൈറ്റ്
പിന്നെ അതുപോലെ ഇടക്കാലത്ത് ഒരു ട്രെൻഡ് സാധനം വന്നായിരുന്നു, ഓർക്കുന്നുണ്ടോ? വൈറ്റ് മെറൂൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിക്സ്, അതെ അതെ മെറൂൺ വൈറ്റ് കോമ്പിനേഷൻ. പക്ഷേ മെറൂൺ വൈറ്റ് കോമ്പിനേഷൻ ഒരു വിയേർഡ് കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാധനം. അതുപോലെ എക്സ്റ്റീരിയറിന് ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ ഗ്രേ ഭയങ്കര പക്ഷെ ഗ്രേ വൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, അതൊരു ബ്യൂട്ടിയാണ്. ഒരു ഓൾ ടൈം എന്നാ പറയുന്നത് ഫേവറേറ്റ് സാധനം. അതുപോലെ ബ്രൗൺ പക്ഷേ ഇപ്പൊ കമ്പാക്ക് ആണ്. അതായത് എനിക്ക് കോപ്പർ തോന്നുന്നു ഷെയ്ഡ്സ് അല്ലേ? അത് കോപ്പർ ഷെയ്ഡ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഷെയ്ഡുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ്ങിൽ തുടങ്ങിക്കഴിഞ്ഞാൽ സോഫ സെറ്റീസ് ഒക്കെ ആണല്ലോ ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള എസ്തെറ്റിക്കലി അല്ലെങ്കിൽ ഉപയോഗപ്രദമായിട്ടുള്ള എസ്തെറ്റിക് സാധനങ്ങൾ. അതെ. അതിൽ ബ്രൈറ്റ് കളേഴ്സ് വന്നു തുടങ്ങി, മഞ്ഞ, പച്ച, മാമ്പഴ മഞ്ഞ കളർ, ടീ കളറൊക്കെ വന്നു, ഓറഞ്ച്. അത് കോൺട്രാസ്റ്റ് കളേഴ്സ് എന്ന് പറയല്ലേ? അത് കോൺട്രാസ്റ്റ് ഇപ്പം കോമൺ ആയി, സിംഗിൾ കോൺട്രാസ്റ്റ് ഭയങ്കര ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സാധനം. അതിനകത്ത് ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ കളറിന്റെ കാര്യം അതുകൂടെ പറഞ്ഞു വെച്ചിട്ട്, അതായത് ഒരു വലിപ്പമുള്ള റൂമിനെ ചെറുതാക്കി കാണിക്കാനും ഒരു വലിപ്പം കുറഞ്ഞ റൂമിനെ വലുതാക്കി കാണിക്കാനും ഈ കളറിന് സാധിക്കും. അതാണ് ഒരു ഡിസൈനറിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് തിങ്ക് അതാണ്. അതിനുശേഷമാണ് ബാക്കി തീം വൈസ് കാര്യങ്ങൾ കൊണ്ടുവരിക. ശരിയാണ്. വലിയ റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറച്ചുകൂടെ അടുപ്പിച്ച് നിർത്താനായിട്ട് പറ്റും കളർ കോൺട്രാസ്റ്റ് വെച്ചിട്ട്. യെസ്, നമ്മൾ പറഞ്ഞ ബ്രൈറ്റ് കളേഴ്സ്, നമ്മൾ പറഞ്ഞ ഈ പേസ്റ്റൽ കളേഴ്സ്, പേസ്റ്റൽ കളേഴ്സ് സെക്കൻഡ് പേസ്റ്റൽ കളേഴ്സ്. അതിലിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബ്രൈറ്റ് കളേഴ്സ് ലിവിങ് സോഫാസിൽ കൊടുക്കുന്നവരുണ്ട്, കൂടാതെ കർട്ടൻസിൽ ചെയ്യുന്നവരുണ്ട്. ആ ഒരു എന്താ പറയാ, അത് കണ്ണടിച്ചു പോകണം അല്ലേ, ആ രീതിയിലാണ് ഫ്ലൂറസെന്റ് കളേഴ്സ് കൂടുതലായിട്ട് അതിനകത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഫ്ലൂറസെന്റ് കളേഴ്സ് എനിക്ക് തോന്നുന്നു അത് എനിക്ക് ദേശപരമായിട്ടുള്ള ചില സംഗതികളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ വടക്ക് എന്നുള്ള ഒരു കളർ സെൻസ് അല്ല മധ്യ കേരളത്തിൽ, ആ ഒരു കളർ സെൻസ് അല്ല തെക്കൻ കേരളത്തിൽ വരുന്നത്. ശ്രദ്ധിച്ചാൽ വ്യത്യാസമുണ്ട്, എപ്പോഴും ഭയങ്കര ഒരു ഇതിൽ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് പേസ്റ്റൽ കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പൊ എനിക്കൊന്നൊരു ലാസ്റ്റ് ഒരു 2 years ഒരു 1 year ആയിട്ടാണ് ഇത്രയും പേസ്റ്റൽ കളേഴ്സിന് അത്രയും ഇമ്പോർട്ടൻസ് തുടങ്ങിയത്. ബ്രോഡാഡി സിനിമയ്ക്ക് ശേഷമാണ് അത് ഭയങ്കര ഒരു ട്രെൻഡിങ്. ശരി, അതെ അതെ, ആ സിനിമ അതിനൊരു ബാക്കപ്പ് ആയിരുന്നു. ബ്രോഡാഡിയുടെ ആ ഒരു ലൊക്കേഷൻ അത് രാമോജിറാവ് ഫിലിം സിറ്റി ആണ്. ബ്രോഡാഡി മാത്രമല്ല, വാരിസ് എന്ന് പറഞ്ഞ സിനിമ വിജയുടെ ഒരു പടം വന്നു, അതും ഈ രാമോജിറാവ് ഫിലിം സിറ്റി. എൻ്റെ ക്യാമറാമാൻ അക്ഷയ് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതിന് അവൻ പറയാ, എൻ്റെ അജയ് ഫസ്റ്റ് ഷോ വിജയ് ഫാന ചെന്നാണ്, എൻ്റെ അജയ് ചേട്ടാ എനിക്ക് സിനിമ കാണുമ്പോൾ ടൈൽ ഏതാന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. സീരിയസ്ലി അവൻ പറയാ, അജയ് ചേട്ടാ വലിയ ഇത് ഏത് ടൈലാന്നൊക്കെ, എനിക്ക് സിനിമ ആസ്വദിക്കാൻ പറ്റുന്നില്ലെന്ന്. കാര്യം നമ്മളിപ്പോ എവിടെ ചെന്നാലും ഇപ്പൊ ഞാനായാലും ടൈലിനെ കുറിച്ച് നോക്കും, വണ്ടിയെ കുറിച്ച് നോക്കും. അപ്പൊ നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. ഉറപ്പായിട്ടും ഒരു CCTV ക്യാമറമാൻ ആദ്യം വീട്ടിലോട്ട് കയറി നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പോലെ പല പരിചയമില്ലാത്ത ഏരിയകളിലേക്ക് പോകുമ്പോൾ ഏത് കണ്ടപ്പോ ഇപ്പൊ സെയിം ആയേ, ഒരുപാടായേ. അല്ല, പക്ഷെ ഇത് MVD പിടിക്കും, കട്ട് ചെയ്യണം. അല്ല, നമ്മള് പലപ്പോഴും പരിസരങ്ങളിലെ ഏറ്റവും കൂടുതൽ നോക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള വീടുകള്, അതിന്റെ കുറെ കാര്യങ്ങളാണ്. അതാണ്. അല്ല, ഇതിലൊക്കെ ബേസിക് ആയിട്ട് കളർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പേസ്റ്റൽ കളേഴ്സ്, പിന്നെ പേസ്റ്റൽ കളേഴ്സിന് നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ബ്രൗൺ ഇല്ലേ, ബ്രൗൺ ആക്ച്വലി പണ്ടുണ്ടായിരുന്ന ഒരു കളറാണ്. റിവാമ്പ് ചെയ്ത കാര്യം, അത് ഒരു എന്താ പറയുക റീകോൾ ചെയ്യപ്പെട്ട സാധനം. പഴയ ജയന്റെ ബെൽബോട്ടം പാന്റ് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ബ്രൗണിന് ഭയങ്കര ഇതൊരു ബ്രൗൺ ആണല്ലോ അല്ലേ. സോറി ശക്തിമാൻ, അല്ല ഞാൻ പറഞ്ഞ ബെൽബോട്ടോ ഉദ്ദേശിച്ചത്, ബെൽബോട്ടോ. പക്ഷെ ആ കളറിന്റെ ഒരു കമ്പാക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ടീൽ കളർ എന്ന് പറഞ്ഞാൽ ടീലും ടാനും, ടാൻ സിയാൻ കളർ, ടീൽ ആൻഡ് സിയാൻ ഭയങ്കരമായിട്ട് ട്രെൻഡ് ആയി പോയ ഐഫോൺ ഒക്കെ ഇറങ്ങി പോകുന്നു അല്ലേ. യെസ്, ടീൽ കളേഴ്സ് ഒരു എനിക്ക് തോന്നുന്ന കളറിൽ ഇങ്ങനെയുള്ള കുറേ ട്രെൻഡ്സ് വരുന്നുണ്ട്. അത് നമ്മുടെ ഇന്റീരിയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്താ പറയുക ഇന്റീരിയർ കളർ കോമ്പിനേഷനിൽ പാലറ്റ് ലോ പ്രകാരം 7:30 7:20 ഉപയോഗിക്കുന്നവരുണ്ട്, 60:30 ഉപയോഗിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ കളറിനോടുള്ള ഇഷ്ടം അനുസരിച്ചിട്ട് മാറ്റപ്പെടും. പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടാമത് നമ്മൾ പറയുന്ന സ്പേസിന്റെ സംഗതി, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സീരിയൽ ബൾബുകൾ തോരണം താത്തിയിടുക, ഓക്കെ, എവിടെ സീലിങ്ങിൽ, എന്നിട്ട് 1008 കോവും ഉണ്ടാവും അതിനിടയിൽ കൂടെ. എട്ടുകാലികൾ മുഴുവൻ ആമോദത്തോടെ ആയിരിക്കും അവിടെ ജീവിക്കുന്നത്, ആലോചിക്കണം, വലിയ എട്ടുകാലിയൊക്കെ. ഇതിനിടയിൽ കൂടെ നീല, പച്ച, മഞ്ഞ, കറുപ്പ് അതുപോലുള്ള സർവത്ര കളർ ലൈറ്റും. ശരിയല്ലേ, ഒരു പൂരത്തിന് വിനാദിക്കുന്ന ലൈറ്റ്. പക്ഷേ ഇപ്പോഴോ സീലിംഗിൽ ഈ കട്ടും കർവസും തന്നെ കുറഞ്ഞു അല്ലേ.
മിനിമലിസ്റ്റിക് സാധനമായി പ്ലെയിൻ എല്ലാം. ഡിസൈൻ, മാക്സിമം പ്ലെയിൻ, അല്ലെങ്കിൽ ചെറിയ മാക്സിമം പ്ലെയിൻ ആക്കി. ചെറിയ കട്ട്സ്. യെസ്. അതെനിക്കൊന്ന് കട്ട്സ് കൊടുക്കുന്നതാണ് ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട്. സോഴ്സ് ഇല്ലാതെ ലൈറ്റ് ചെയ്യാനും പിന്നെ കർട്ടൻസ് സോഴ്സ് ഇല്ലാതെ കർട്ടൻ ചെയ്യാനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സീലിംഗ് കൊടുക്കുക. അത് പ്ലെയിൻ സീലിംഗ് ആയി, ജിപ്സത്തിൻ്റെ ഒക്കെ പ്ലെയിൻ സീലിംഗ് കൊടുക്കാൻ തുടങ്ങി. അത്രയും മിനിമലായി. ഈ പല ആളുകളും ചോദിക്കും, അതെ ഇവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിപ്സം സീലിങ്ങിന് അത്യാവശ്യം സ്ക്വയർ ഫീറ്റ് പല രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. എന്നാലും ഒരു നല്ല രീതിയിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 85 എബോ ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ട്, നല്ല ബ്രാൻഡുകളുടെ ചാനൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരാലോചിക്കുന്നത് ഇത്രയും പൈസ മുടക്കുന്ന നമ്മൾ എന്തിന് ഇത് പ്ലെയിൻ ചെയ്യണം എന്നുള്ളൊരു ചിന്ത പല ക്ലയൻറ്റിനും വരും. അവിടെ നിന്നാണ് ഈ ഓവറായിട്ടുള്ള ഡിസൈൻസ് വരുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ നമുക്ക് ഹീറ്റ് കുറയ്ക്കാനായിട്ട് ജിപ്സം വളരെയധികം നമ്മളെ സഹായിക്കും. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു അതാണ് മെയിനായിട്ട് ആ ഒരു സാധനം ചെയ്യുന്നത്. പഴയ കാലങ്ങളിൽ ജിപ്സം നമുക്ക് ആ ഒരു വൈറ്റ് കളർ മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നെടുത്ത് ഇന്ന് അതിനകത്തേക്ക് നമ്മൾ കളർ മാറ്റി തുടങ്ങി അല്ലേ, ലൈറ്റ് കളേഴ്സ് കൊണ്ടുവന്ന് തുടങ്ങി. അതുപോലെ പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തു. ഇപ്പം അതുപോലെ നമ്മുടെ ചാർക്കോളിക് പാനൽസ് അതെല്ലാം ഇതിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് തുടങ്ങി. അതിന് വേറൊരു ലുക്കാണ്. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2025 ഒക്കെ ആവുന്ന സമയത്ത് നോക്കിക്കോ, ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു സാധനം ജിപ്സം സീലിംഗ് ആയിരിക്കില്ല. അതായത് നമ്മൾ കോൺക്രീറ്റ് ഷീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിക്സ് ചെയ്തിട്ട് അത് അതേ രീതിയിൽ പ്ലാസ്റ്റർ ചെയ്യാതെ അതിലേക്ക് ടെക്സ്ചർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രീതി ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ലൈറ്റ്, അതുപോലെ പല ആൾക്കാരും ജിപ്സം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുക്കാനുള്ള ഒരു മീഡിയ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഇന്നത് മാറി, കോൺക്രീറ്റ് കട്ട് ചെയ്തിട്ടാണ് പല ആളുകളും. അജയുടെ വീഡിയോ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സ്റ്റെയർ ഏരിയയുടെ ടോപ്പ് പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. അത് രസമുള്ള ഒരു ഐഡിയ ആണെന്ന് വെച്ചാൽ ഒരു ടെക്സ്ചർ, ഗ്രേ ടെക്സ്ചർ നേരത്തെ പറഞ്ഞു, അങ്ങനെ ഒരു ആർക്കി കോൺക്രീറ്റ് ഡിസൈൻ. അല്ല, ഇതിനകത്തൊക്കെ ഇത് എത്ര പേർക്ക് അക്സെപ്റ്റബിൾ ആവും നമുക്ക് പറയാൻ പറ്റില്ലേ. കാര്യം ഒരു ആർക്കിടെക്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ഇതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ സാധാരണക്കാരൻ നോക്കുമ്പോഴത്തേക്ക് ഇവന് ഇത്രയും വലിയ വീട് വെച്ചിട്ട് അതൊന്നും പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് അതിനുള്ള വരുമാനം ഇവനില്ലേ എന്ന് ചോദിക്കുന്ന, അല്ല സീരിയസ്ലി അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ പറയാം. ഇത്രയൊക്കെ ഉണ്ടായി, നിനക്ക് ഇതിനുള്ള വരുമാനം ഇല്ലേടേ, നിനക്ക് ഇതുകൂടെ ഒന്ന് പ്ലാസ്റ്റർ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. നമ്മുടെ ഇന്റീരിയർ ട്രെൻഡിങ്ങിൽ ഇപ്പോൾ സ്റ്റെയറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഏറ്റവും കൂടുതൽ കുറേ മോഡേൺ കൺസെപ്റ്റ് വന്നിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ സ്റ്റെയർ ഏരിയ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ പഴയ കോൺക്രീറ്റ് സ്റ്റെയറിൽ നിന്ന് മാറിയിട്ട് ഇന്ന് നമ്മൾ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്റ്റെയറുകളിലേക്ക് മാറി. അതിനകത്ത് തന്നെ മാക്സിമം സപ്പോർട്ട് കുറച്ചിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഹാൻഡ് റൈഡിലേക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത്. സ്റ്റീൽ പിന്നെ മറ്റേ സ്ട്രിങ്സ് ആ സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ് മാക്സിമം സപ്പോർട്ട് ഒഴിവാക്കിയിട്ട് പ്ലെയിൻ ഗ്ലാസ് കൊടുക്കുന്നുണ്ട്. ഗ്ലാസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ടഫ് എൻഡ് തന്നെ. അല്ല, ഇതിലൊക്കെ ഒരു പ്രധാന സാധനം ഈ സ്റ്റെയർ കേസിന്റെ കേസിൽ ഒരു വീടിന്റെ ഹൃദയഭാഗത്തായിരിക്കും എന്തായാലും സ്റ്റെയർ കേസ് നിൽക്കുന്നത് ഏറെക്കുറെ. അപ്പോൾ ആ വീടിൻ്റെ എസ്തെറ്റിക്കിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒന്നും അത് മോശമായാൽ ഏറ്റവും കുളമാവുന്ന ഒന്നുമായി തീർന്നു സ്റ്റെയർ കേസ്. മനസ്സിലായില്ലേ, ആൾക്കാർ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇൻഡസ്ട്രിയിൽ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അതിന് റേറ്റ് വ്യത്യാസമുണ്ട്. മറ്റേത് ചെയ്യുമ്പോൾ റേറ്റ് നമ്മൾ അറിയത്തില്ല, ഈ കൂടത്തിൽ ചെയ്തു. പലരുടെയും ചിന്ത നിസാര പൈസ ചെയ്തിട്ട് ഇൻഡസ്ട്രിയൽ സ്റ്റെയർ കേസ് എന്നാ. അയ്യോ, പണ്ടത്തെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഒരു ബാത്റൂമിൻ്റെ ഒരു പോർഷൻ, അതിനാണ് ശരിക്കും സ്റ്റെയർ ചെയ്യുന്നത്. സ്റ്റെയറിൻ്റെ സ്പേസ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴ്ഭാഗത്ത് കൊണ്ട് ഒരു ബാത്റൂം ചെയ്ത് വെക്കും. അതാണെങ്കിൽ അതിനകത്തേക്ക് കൃത്യമായിട്ട് കയറാനും പറ്റില്ല. ഇപ്പൊ പല സാധനങ്ങളും അത് ഒഴിവാക്കുന്നുണ്ട്. അല്ല, ഇന്നിപ്പോ അതിന് പകരം മറ്റേ UPS ഇൻവെർട്ടർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് അങ്ങനെ ഇൻവെർട്ടർ സ്പേസ് ആയി തീർന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ വാഷ് ഏരിയ. അതായത് മുമ്പ് ഡൈനിങ് ഹാളിന്റെ ഒരു കോർണറിൽ ചേർന്നിട്ട് ഒരു വാഷ് ബേസിൻ വെക്കുന്ന ആ സാധനം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. ഇന്ന് അതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ കണക്ക് ഇത് 40 ലക്ഷം രൂപയിലേക്ക് പോകുന്ന അത്യാവശ്യം നല്ല രീതിയിലൊരു വാഷ് ഏരിയ ചെയ്യുന്നതിന് തന്നെ ഒരു വാഷ് ബേസിന് തന്നെ ലക്ഷങ്ങൾ റേറ്റുള്ള വാഷ് ബേസിൻ. ഡിസൈനറൊക്കെ ആകുമ്പോൾ ഒരുപാട് റേറ്റ് വ്യത്യാസം വന്നല്ലേ. പണ്ടുകൊണ്ട് ഇപ്പോഴുണ്ട്, ബ്രാൻഡ് അനുസരിച്ച് ഒരുപാട് വേരിയേഷൻസ് വരും. ഇത് നേരത്തെ വുഡ് ലവർ ആയതുകൊണ്ട് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇന്ന് നമുക്ക് പിന്നെ ലൂവേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നതുകൊണ്ട് തന്നെ ഒരു 9 അടി ഹൈറ്റുള്ള അല്ലെങ്കിൽ ഒരു 6 ഇഞ്ച് വീതിയുള്ള ഒരു ലൂവേഴ്സ് പാനൽ നമുക്ക് ഏകദേശം 600-550 രൂപയ്ക്കൊക്കെ കിട്ടും. ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ തടിയിൽ ചെയ്തുകൊണ്ടിരുന്നൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ചെയ്ത പല സ്ഥലങ്ങളിലും അത് ചെതലേറിപ്പോയി, അത് വേറൊരു കേസ്. കട്ടിങ്ങില്ല. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡെക്കോർ ഐറ്റംസിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ
അതായത് പണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഡെക്കോർ ഐറ്റംസ് ഒന്നും ഇല്ല. ഇപ്പം എന്ന് വെച്ചാൽ അതിനകത്ത് ഡെക്കോർ ഐറ്റംസ് ഒരുപാട് കയറി. അതായത് മെറ്റൽ ഡെക്കോസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഫ്രെയിംസ് ആയിക്കോട്ടെ, ഫോട്ടോ ഫ്രെയിംസ് എന്നുള്ള കോൺസെപ്റ്റുകൾ മാറി മെറ്റൽ ഡെക്കോസ്, ഡെക്കോർ ക്ലോക്കുകൾ ഇപ്പോൾ ഇറങ്ങി തുടങ്ങിയല്ലോ. അയ്യോ അത് ഭയങ്കര രസമുള്ള സംഭവം. യെസ്, അങ്ങനെയുള്ള 2 ഉപകാരമായി. ഈ സമയം അറിയാം, ഡെക്കോർ ആയിട്ടുള്ളൊരു അതെ സാധനം കിട്ടും. തീർച്ചയായിട്ടും. അതുപോലെ ഈ പണ്ട് ഷോക്കേഴ്സ് ഒരു നിർബന്ധമായിരുന്നു. അതെ. അപ്പൊ അതൊക്കെ പോയി ഇല്ലേ? ഇന്നതില്ല. ഇന്ന് അതില്ല. അതിന് പകരം ഡബിൾ സൈഡ് വ്യൂ വരുന്ന പാർട്ടീഷ്യൻസ് പാർട്ടീഷ്യൻസ് അവിടെ അങ്ങനെയൊക്കെയായി. ഓരോരോ ക്യൂരിയോസ് ആയിട്ടും ഒക്കെ ചെയ്യുന്ന ഒരു രീതി തുടങ്ങി. എന്തിന് നമ്മുടെ കളേഴ്സിലായിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് മെറ്റീരിയലും അതിന് വരെ നമ്മൾ വ്യത്യാസം വരുത്തി തുടങ്ങി. ഉദാഹരണം, നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന TV യൂണിറ്റ് എന്ന് പറയുന്നത് മാറ്റി അതൊരു TV വോളായി തീർന്നു. മോളായി തീർന്നു. അതെ. ഒരു ഫുൾ വോളിൽ TV ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നു. അപ്പം അങ്ങനെ പല രീതിയിൽ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം എസ്തെറ്റിക്കലി മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ഇന്നത്തെ ഒരു ട്രെൻഡ്. അതാണ് ആവശ്യം. അത് ഒരുപാട് പേര് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എമൗണ്ടിൻ്റെ ആയും വേറൊരാളുടെ ഒരു യഥാർത്ഥത്തിലുള്ള എമൗണ്ട് ആണ് ഒരാൾ ചെയ്തൊരു വീടിൻ്റെ ഇൻറ്റീരിയർ കോസ്റ്റ് ആണത്. അപ്പം അതെനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഞെട്ടലാണ്. കാരണം അത്ര സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനകത്തൊന്നും. ഇപ്പം എവിടെയോ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലക്ഷറി ഹോട്ടലിൽ പോകുമ്പോൾ ആ ഫീല് നമ്മുടെ വീട്ടിലേക്ക് എപ്പോഴും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അല്ലേ? ആവശ്യമുണ്ടോ? എനിക്കത് തോന്നുന്നില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. കുറച്ച് ഇതിനകത്ത് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ, ഇത് കുറച്ച് മുന്നേ പറഞ്ഞതുപോലെയാണ്, നമ്മൾ ഈ വീഡിയോയിലാണോ പറഞ്ഞത്, എല്ലാം കാണും എന്നിട്ട് എല്ലാത്തിൽ നിന്നും എടുക്കും. അവസാനം അതെ, ഒന്നും അതെ, അല്ലാത്ത അതെ. രീതിയിലോട്ടുള്ള സാധനങ്ങൾ വരുന്നത് കൊണ്ടുള്ള സംഗതിയാണ്. ഇതെന്താ വെച്ചാൽ ഒരു എന്താ പറയുന്നത്, ഉപയോഗം എന്താണെന്ന് അറിഞ്ഞ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക. എനിക്ക് എന്താണ് ആവശ്യം, ലൈറ്റ് ഇത്ര, അതിനകത്ത് എസ്തെറ്റിക് ഇത്ര, എസ്തെറ്റിക് ഇവിടെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാപ്പ് വന്നു, അപ്പം നമ്മളിവിടെ ഒരു ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ആ സ്പേസ് നമ്മൾ ഫില്ല് ചെയ്ത. ഫില്ല് ചെയ്ത് ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മളെ വിൻഡോസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്, അതിനകത്ത് ഇപ്പം ഈ ഒരു മിനിമലിസ്റ്റിക് സാധനം എന്ന് പറഞ്ഞതിനകത്ത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഗ്ലാസ് കൊടുക്കുക, അതിനകത്തേക്ക് ബെഡ്റൂമിൽ കർട്ടൻ ചെയ്യുക. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള സാധനം. പക്ഷേ ഇത് നിങ്ങൾ പറഞ്ഞ കണക്ക് ആ ഒരു പൈസ മുടക്കാൻ താല്പര്യമില്ലാത്തേക്ക് പിൻ ഹെഡ് ഗ്ലാസ് ഉപയോഗിക്കാം, കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. പക്ഷേ ആ ഒരു ഫീൽ ഒരിക്കലും ഇതിന് കിട്ടില്ല. അല്ല അത് എല്ലാ സ്പേസിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ബെഡ്റൂമിൽ അല്ല, നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാൻ ഉള്ള പറ്റില്ല. എല്ലാ പ്രോജക്റ്റുകളിലും എല്ലാ ഗ്ലാസ്സും, അതായത് നമ്മുടെ ബാത്റൂമിന്റെ വെന്റിലേഷനിലെ ആ ഗ്ലാസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം പ്ലെയിൻ ഗ്ലാസ് ഉപയോഗിക്കും. നമ്മുടെ പ്രോജക്റ്റിലൊക്കെ എങ്ങനെയാണ്, എന്നിട്ട് നമ്മൾ ബ്ലൈൻഡ്സ്, റോമൻ ബ്ലൈൻഡ്സ്, യെസ്, അങ്ങനെ സീബ്ര ബ്ലൈൻഡ്സ്, അതുപോലെ അല്ലെങ്കിൽ ഷിയേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കർട്ടൻ, ലോങ് ലെങ്ത് കർട്ടന് വേറൊരു ഭംഗിയുണ്ട്. കർട്ടൻസിനെ നമ്മൾ ഇതിനകത്ത് വിട്ടുപോകരുത്. കാര്യം കർട്ടൻ ഇതിൻ്റെ ഭയങ്കര കാര്യം. പലരും ചോദിക്കാറുണ്ട് ബ്ലൈൻഡ്സ്, കർട്ടൻ വൈൻസ് തന്നെയാണ് ബ്ലൈൻഡ്സിനും പറയുന്നത്. അതെ, ഇതിൽ കർട്ടൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ലോങ് കർട്ടൻസാണ് യൂസ് ചെയ്യിക്കുന്നത്. ഹൈറ്റ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, കളർ നമുക്ക് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം. വർഷത്തിൽ ഒരിക്കൽ പ്രൊഫഷണലായിട്ട് തന്നെ ഞാൻ ജയിക്കുകയാണ് ചെയ്യുന്നത്. അവരെ വിളിച്ചു വരുത്തി വർഷത്തിൽ ഒരിക്കലാണ് വാഷ് ചെയ്യാൻ വിടുന്നത്. വിത്ത് ഷിയറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ബ്യൂട്ടി ആൻഡ് എസ്തെറ്റിക്സ് വേറൊരു ബ്ലൈൻഡ്സിനും നൽകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബ്ലൈൻഡ്സ് മറ്റൊന്നാണ്. ഇപ്പോൾ ഉദാഹരണം, ഒരു സിംഗിൾ വിൻഡോയിൽ നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ലോങ് ലെങ്ത് കർട്ടൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഈ റോമൻ ബ്ലൈൻഡ്സുകളൊക്കെ അതാ പറഞ്ഞ ഏരിയ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെയൊക്കെ ചിലവ് കൂടുകയും കുറയുകയും ഭംഗി കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ കളർ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അത് നമുക്ക് ഒരുപാട് കളേഴ്സ് ആവാതെ ലിമിറ്റഡ് കളേഴ്സ് വെച്ചിട്ട് ഒരു പ്രോപ്പർ കളർ പാലറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. അതുപോലെ മെറ്റീരിയലും ഇപ്പോൾ കിച്ചൺ ചെയ്യുന്ന മെറ്റീരിയലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഈ അലൂമിനിയം എന്ന് പറയുന്നത് ഏറ്റവും അണ്ടർ റേറ്റഡ് പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാം, മെറ്റീരിയൽ അവൈലബിൾ ആണ്, അതുകൊണ്ട് തന്നെ. പക്ഷേ അലുമിനിയം ഒരിക്കലും ഒരു മോശം പ്രോഡക്റ്റ് അല്ല, നല്ല പ്രോഡക്റ്റാണ്. ഞാൻ പറഞ്ഞില്ല, അണ്ടർ റേറ്റഡ് ആയിപ്പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ എടുത്ത് ചെയ്ത് അത് മാർക്കറ്റ് നശിപ്പിച്ച് കളഞ്ഞൊരു പ്രൊഡക്റ്റാണ്. മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്രൊഡക്റ്റ് ഇൻ കിച്ചൺ ഇന്റീരിയർ എന്ന് വേണേൽ പറയാം. ശരിയല്ലേ? അതെ. അല്ല, എനിക്ക് ഇപ്പൊ കുറെ മാറി വരുന്നുണ്ട് അതിനകത്ത്. റൂട്ടറൊക്കെ ചെയ്ത് നല്ല ചെയ്ത് ആൾക്കാർ ഇപ്പം വന്നു തുടങ്ങി, നല്ല പ്രൊഫൈൽസ് മാറി, അതെ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ വന്നു തുടങ്ങി, ചെയ്യാൻ അറിയുന്ന ആൾക്കാർ വന്നു തുടങ്ങി. അപ്പൊ കുറെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് നമുക്ക് കണ്ടാൽ ഏത് മെറ്റീരിയൽ ആണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും രസകരമായിട്ട് ഈ സാധനം ചെയ്തു തുടങ്ങി. പക്ഷെ പേരുദോഷം കിടക്കുക. അതെ, ഒളിച്ചോടിപ്പോയ വെങ്കച്ചെന്നുള്ള പേരുദോഷം ഇപ്പോഴും കിടക്കുക ഈ പാപ്പത്തും. ഇനി അതുപോലെ തന്നെ ഇന്റീരിയറിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ ഫ്ലോറിങ്. അത് ഇപ്പോഴും പല ആളുകളും എന്താണ് ഗ്ലോസി ടൈല്. ഇന്റീരിയർ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുമ്പ് പറഞ്ഞ കണക്ക് പിന്നെ നമുക്ക് ഭംഗി, പ്രൊഫഷണലിസം രണ്ടുമാണ് നമ്മുടെ ഗ്ലോസി ടൈല് മാറ്റ് ഫിനിഷിലേക്ക് മാറ്റിൽ വരുമ്പോഴത്തേക്ക് ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നവരെ ഈ മാറ്റ് മേടിക്കാൻ നിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് ഡെയിലി ക്ലീൻ ചെയ്യണം. അല്ല, ഗ്ലോസി ടൈലാണെങ്കിൽ നമ്മൾ 2 ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യാതായാലും കുഴപ്പമില്ല. പക്ഷേ മാറ്റിൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കും. ക്ലീനിങ് മസ്റ്റ് ആണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ലൈറ്റ് ഷെയ്ഡൊക്കെ ആണെങ്കിൽ ഇല്ല, ഒരു 20,000 രൂപ അടയ്ക്കാൻ മറ്റേ കുഞ്ഞപ്പനുണ്ട്, ഇറക്കി വിട്ടാൽ മതി. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും സ്റ്റെയിൻ റെസിസ്റ്റന്റ് എന്നൊക്കെ പറയാൻ പറ്റും. സ്റ്റെയിൻ ഫ്രീ എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒരു ടൈലിന്. ഇതും മാറ്റ് ആയാലും ഗ്ലോസി ആയാലും അല്ല, ഗ്ലോസിയിൽ അത്ര സ്റ്റെയിൻ പിടിക്കുന്നത് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്.
ഒരു സാധാ അഴുക്ക് ചുമ്മാ നിങ്ങളത് സത്യമായിട്ടും ഉള്ള കാര്യം. അവൾ അല്ല പ്രാക്ടിക്കലി ഞാൻ വീട്ടിൽ മൊത്തം മാറ്റം ഇട്ടേക്കുന്നത്, ഒരു ഏരിയ ഫുള്ള് മാറ്റം ഇട്ടേക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ എക്സ്പീരിയൻസ് ആ പറയുന്നത്. അല്ല ഞാനും മാറ്റം ഇട്ടിരിക്കണേ. നമ്മളും മാറ്റിന് ആഴ്ചയിൽ രസമാണ്. ഒരിക്കലാണ് ഞാൻ എന്ന് ക്ലീൻ വെച്ചാൽ നമുക്ക് ചെയ്യുന്നത്. ഈ ലൈറ്റ് റിഫ്ലക്ഷൻ ഒഴിവാക്കാം. ഇങ്ങനെ ഇന്റീരിയർ ശ്രദ്ധിക്കുന്ന ഒരു വീടിന് മാറ്റൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇതിനപ്പുറം ഉണ്ടല്ലോ ഒരു പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞ സൈഡ് ഉണ്ടല്ലോ ഇതിനൊക്കെ. അല്ല ഇതിപ്പോൾ ഔട്ട് സൈഡിലേക്ക് നമുക്ക് പേൽ ഗ്രാസ് ചെയ്യാം, ബഫല്ലോ ഗ്രാസ് ചെയ്യാം, മെക്സിക്കൻ ഗ്രാസ് ചെയ്യാം. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അതെ, പറ്റാത്തവർക്ക് ചെയ്തിട്ട് ഇന്റർലോക്ക് ചെയ്ത് കളയാം, കാര്യമില്ല. അല്ലെങ്കിൽ അതെ മറ്റേ അതെ ബേബി ചിപ്സ് ഇടാം. അത്ര തന്നെ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷേ അപ്പം ഭംഗിയെല്ലാം ഭയങ്കര വെറൈറ്റി ആണ്. ഭയങ്കര വെറൈറ്റി. അതുപോലെ മാറ്റിനകത്ത് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കിട്ടും. ഇപ്പം ഫിനിഷസിൽ തന്നെ പല വെറൈറ്റീസ് പക്ഷെ കിട്ടും. അത് ഇപ്പോഴാണ് അത് കൂടുതൽ ഇതായി തുടങ്ങിയത്. മാറ്റൊന്നും അധികം ഉണ്ടായിരുന്നില്ല പല പണ്ടും കടകളിലും. ഉണ്ട്. പണ്ട് റസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. ഉണ്ടായിരുന്നല്ലേ? നമ്മൾ ഞാൻ പുള്ളി ചെയ്തോണ്ടിരുന്നത്. അതിന്റെ ഡീലറായിരുന്നു. ആ അത് അതെ പറയില്ല. ഡീലറല്ല, ഞാൻ അതിനകത്ത് വർക്ക് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ അതുപോലെ ഒരു പ്രോഡക്റ്റ് ഇന്നും ആർക്കും ഇല്ല. ഇനി വേറൊരു സാധനം പല ആൾക്കാരും ഇന്റീരിയറിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സാധനം പറയട്ടെ, സ്വിച്ചസ്. ആ സ്വിച്ചസിന്റെ കളേഴ്സും അതിന്റെ ടെക്സ്റ്റേഴ്സും ഇന്ന് വേറെ ലെവലാണ് സ്വിച്ചസ് ഏത് കാര്യങ്ങളല്ലേ. കളറിലും വന്നു തുടങ്ങിയില്ലേ? അതെ, നമുക്കറിയാവുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ മറ്റേ ലെഗ്രൻഡ് മൈലിങ്ക് മൈലിംഗ് എല്ലാവരും കോമൺ സത്യം ആയിട്ട് യൂസ് കോമൺ ചെയ്തോണ്ടിരുന്ന ഒരു സാധനമാണ്. മൈലിംഗ്. കോൺട്രാക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ഒരു ബേസിക് പക്ഷെ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. GM-നൊക്കെ ഒരുപാട് നല്ല ജീവനൊക്കെ ഡിസൈൻസ് ഉണ്ട്. നല്ല അത്യാവശ്യം കോസ്റ്റ് ഒത്തിരി സാധനങ്ങൾ കുറവാണ്. വന്നത്. മൈലിങ്ക് മൈറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം വന്നു അത് തുടങ്ങി. ഇതിന്റെ തന്നെ ലെഗ്രാൻഡ് തന്നെ. ലെഗ്രാൻഡിന്റെ നിങ്ങൾ ഈ ലെഗ്രാൻഡിന്റെ പറഞ്ഞ യെസ്. കാസാവിവ നമ്മുടെ ഇതിലൊക്കെ വരുന്ന സമയത്ത് മറ്റ് ബ്രാൻഡ് GM-ലേക്ക് വരുമ്പോൾ കാസാവിവയൊക്കെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ നല്ല ഡിസൈൻസ് ഉണ്ട് ഒരുപാട് അല്ലേ. വൈറ്റ് കഴിഞ്ഞ് ഏത് കളറിലേക്ക് പോയി കഴിഞ്ഞാലും ബ്ലാക്ക് ബഡ്ജറ്റ് കോസ്റ്റ് ഒരു നല്ല പ്രശ്നമില്ല. കൂടും. ബഡ്ജറ്റ് ആവും. അതെ, അതെ. ആ ഒരു മാറ്റ് ടെക്സ്ചർ ഒക്കെ വരുമ്പോഴത്തേക്കും ബഡ്ജറ്റ് വീണ്ടും കൂടും. ബഡ്ജറ്റ് കൂടും. ഇന്ന് പിന്നെ കുറെ ടച്ച് സ്വിച്ചുകളായല്ലോ ആ അല്ലേ, സ്മാർട്ട് ഒരുപാട് സ്വിച്ചസ് സാധനങ്ങൾ ഒരുപാട് സ്മാർട്ട് ഇറങ്ങി. അല്ല അതുപോലെ ഈ സ്മാർട്ട് ടെക്നോളജി ഭയങ്കരമായിട്ട് വരുന്നു. അതായത് ഈവൻ കർട്ടൻസ് പോലും ഫാനില് എല്ലാം പോലും എല്ലാത്തിലും അല്ലേ റെഗുലേറ്റർ എന്ന് ഫ്ലോട്ട് പറയുന്ന കൺസെപ്റ്റ് തന്നെ അല്ല പോയി. ഫാനിൽ ഇപ്പൊ ഓൾറെഡി മറ്റേ നമ്മുടെ ഇവരാണല്ലോ ആരാ കൊണ്ടുവന്നത് മറ്റേ ആറ്റംബർഗ് ആറ്റംബർഗ് അവര് BLDC പുതിയൊരു ഇൻവെൻഷൻ ആണല്ലോ അവർ BLDC ഫാൻ. അതിൽ തന്നെ ഈ സ്വിച്ചസിൽ തന്നെ ഇപ്പോൾ ഉള്ള നോർമലി ഉള്ള സ്വിച്ചസ് ഒരു ചെറിയ മോഡത്തിൽ അത് സ്മാർട്ട് ആക്കാനായിട്ടുള്ള അതെ സംഗതികളും അതെ വന്നു. ഒരു 10,000-2,500 രൂപ കോസ്റ്റ് വരത്തുള്ളൂ അതിന്. അപ്പോൾ വീട് ഫുള്ള് സ്മാർട്ട് ആക്കുക എന്നുള്ളത് പുതിയൊരു ഇന്റീരിയർ ട്രെൻഡിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ യെസ്. ഒറ്റ വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇന്റീരിയർ ചെയ്യുമ്പോൾ എങ്ങനെയും ചെയ്യാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കളറുണ്ട്, മെറ്റീരിയൽ ഉണ്ട്, മിനിമലിസം എന്ന് പറഞ്ഞിട്ട് സംഗതി. ഈ മിനിമലിസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരിഗ്രീൻ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. മറ്റത് നമുക്ക് ഒരു കുറച്ച് മിനിമലിസ്റ്റിക് സാധനം ചെയ്തത് എത്ര വർഷം കഴിഞ്ഞാൽ ഇത് എന്ന് ചെയ്ത ഇതാണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഒരു വൈറ്റ് പെയിന്റ് അടിച്ച ഒരു വീട് അത് ഏത് സമയത്തും നമുക്ക് ആ വൈറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതേസമയം നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഒരു പേസ്റ്റൽ കളറൊക്കെ വരുന്ന സമയത്താണ് ആ ഒരു അറിയാൻ കാലഘട്ടത്തിലുള്ളതാണ്. പറ്റും. അതെ 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 അല്ലേ? ഉറപ്പായിട്ടും ഈ ഉറപ്പായിട്ടും അങ്ങനെ കോൺട്രാസ്റ്റ് കളേഴ്സ് ഒക്കെ ഒരു ടൈമിൽ യൂസ് ചെയ്യുന്ന പണ്ട് വീടുകളിൽ ഒരു റൂമിൽ ഒരു കളർ അടുത്ത റൂമിൽ വേറൊരു കളർ അല്ലേ, അങ്ങനെ ഒരു അതെ സിസ്റ്റം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. അയ്യോ ടൈല് പോലും അങ്ങനെയായിരുന്നു. അങ്ങനെയായിരുന്നു. പച്ച ഇപ്പൊ മഞ്ഞ ചുമലയൊക്കെ അന്ന് കയറി കളിച്ചതാ. ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അതൊക്കെ മാറി കുറച്ചുകൂടെ ഒരു കോമൺ ഷെയ്ഡ്സ് ആയി. പറ്റുമെങ്കിൽ വീട് ത്രൂ ഔട്ട് ഒരു ഷെയ്ഡ് ടൈൽ ഇടുക, പെയിന്റ് അങ്ങനെ അത് ചെയ്യുക. ഔട്ട് സൈഡിലെ പെയിന്റ് ആയാലും അങ്ങനെ തന്നെയാണ്. കറക്റ്റ് ഇപ്പം കറക്റ്റ്. രണ്ട് കളറ് ഉദാഹരണം പറഞ്ഞാൽ പാലറ്റ് ചെയ്യുമ്പം രണ്ട് കളറ് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ 3 കളറിലോട്ടൊക്കെ അതാണ്. പോവുക. അതിനൊക്കെ മേളിൽ വന്നു കഴിഞ്ഞാൽ ഈ കളറിൻ്റെ തന്നെ പറയുമ്പോഴത്തേക്കും കളർ നമ്മുടെ വിഷൻ കട്ടാവുന്ന കളേഴ്സ് നിൽക്കുന്നിടത്താണ് നമുക്കതൊരു ഒരു മോശം ഫീൽ ചെയ്യുന്നത്. പിന്നെ പലപ്പോഴും ചെറിയ പൈസയ്ക്ക് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ നമുക്ക് ഇന്റീരിയറിലേക്ക് ചെയ്യാൻ പറ്റും. അതായത് അത് കണ്ടു കഴിഞ്ഞാൽ അത്ര ഒരു പോഷ് ലുക്ക് അതിനകത്ത് കിട്ടും. അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള സാധനം ഇന്റീരിയർ പ്ലാന്റ്സ് പ്ലാൻസ് അല്ലേ. ചില ഏരിയാസിനകത്ത് ഇൻഡോർ അത് പ്ലാന്റ്സ് കൊണ്ടുവച്ച് ഇൻഡോർ പ്ലാന്റ്സ് കഴിഞ്ഞാൽ എനിക്ക് ഇൻഡോർ കൊറോണ പ്ലാന്റ്സ് സമയത്ത് ഏറ്റവും കൂടുതൽ വീട്ടിലേക്ക് കയറിയ ഒരു സാധനമാണ് വീട്ടിലോട്ട് കയറിയും വിറ്റതും വിറ്റതും. വീഡിയോ കണ്ടതും അതെ, ഒക്കെ ഈ നഴ്സറി പെടുന്ന ഇൻഡോർ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ആണ്. പെറ്റ്സും ഇൻഡോർ പ്ലാന്റ്സും. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇന്റീരിയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരിക്കും ആദ്യം തന്നെ അതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കണം കേട്ടോ. ഇതൊരു സ്ട്രക്ചർ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പലതും കണ്ടിട്ട് ഇത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ എക്സ്പെൻസ് വരും, അതെ കുറേ സാധനങ്ങൾ പൊളിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വീടിന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരം അതിൻ്റെ കാര്യങ്ങൾ കൂട്ടത്തിൽ ചെയ്തു വെക്കുക. പിന്നെ ഓരോ മെറ്റീരിയലിനും പല റേറ്റാണ്. അതായത് ശരിക്കും നമ്മൾ കാണുന്ന ഒരു പാനൽ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ലൂവേഴ്സ് പാനൽ നമുക്ക് ഒരു PVC-യിലേക്ക് വരുന്ന സമയത്ത് ഒരു 550 രൂപയ്ക്ക് ചെയ്യാം. അതേസമയം അതൊരു വുഡിലേക്ക് സെയിം ഫിനിഷിൽ ചെയ്യാനായിട്ട് ഏകദേശം 50,000 രൂപയ്ക്കും ചെയ്യും. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതെ സത്യം. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു മിനിമലിസ്റ്റിക് രീതിയിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളിയായിട്ട് ഇന്റീരിയർ ചെയ്തെടുക്കാം. പക്ഷേ ആദ്യത്തെ ചോദ്യം പോലെ അജയ് എടുത്ത് വീണ്ടും ചോദിക്കുവാണ്, ഒരു വീടിന് ഇന്റീരിയർ അത്യാവശ്യമല്ലേ? 100% 100%. എന്താ സംശയം? കാര്യം പുറത്തുനിന്ന് കാണുന്ന ആൾക്ക് വീടിന്റെ സ്ട്രക്ചർ മാത്രമേ കാണുന്നുവെങ്കിൽ ജീവൻ ഇരിക്കുന്ന ഉള്ളിലാണ്. അതെ തീർച്ചയായും. അല്ല നമ്മൾ ഏറ്റവും നമ്മൾ കൂടുതൽ ഏറ്റവും സ്പെൻഡ് കൂടുതൽ ചെയ്യുന്ന ഫീൽ ചെയ്യുന്നത്, അതായത് വീട്ടിൽ താമസിക്കുന്ന ആൾ ഏറ്റവും കൂടുതൽ ഫീൽ അതെ ചെയ്യുന്ന ഇന്റീരിയർ. ഉള്ളിലാണ് എല്ലാവരും ടൈം മാറി സ്പെൻഡ് തുടങ്ങി. ചെയ്യുന്നത്. പണ്ട് എക്സ്റ്റീരിയർ ബ്യൂട്ടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇന്റീരിയർ ബ്യൂട്ടിയാണ് ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കുറേ കാര്യങ്ങൾ വിട്ടുപോയി. ഇതിനകത്ത് ഒരു ബെഡ്റൂമിലേക്ക് വന്നു അതെ കഴിഞ്ഞാൽ അതെ വേറെ ലെവലാണ്. ഇപ്പം മാട്രസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഞാനും അറിഞ്ഞുകൂടെ അടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് 5 ലക്ഷം രൂപയുടെ മാട്രസ് ആണ് ആ പുള്ളി യൂസ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെയ്യുന്നത്. ആ ഓ
അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളത് ചോദിച്ചു, ഇതെന്താണ് ഇത്ര എക്സ്പെൻസ് പുള്ളിയാണ്. ഞാൻ എൻ്റെ എല്ലാ സമയവും എൻ്റെ ജോലിക്ക് വേണ്ടിയൊക്കെ ചിലവഴിച്ചിട്ട് ഞാൻ വന്നിട്ട് റെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് എനിക്ക് അത്രയും കംഫർട്ടായിട്ട് കിടക്കണം എന്നുള്ളൊരു ഇത്. അത് പിന്നെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് മാട്രസ്, കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ മേലുള്ള വിരിപ്പ്, അതിന്റെ കംഫർട്ട്, അതെ അതിന്റെ മേലുള്ള തലയിണ, ഇതിന്റെ ഒക്കെ ഇനി കളറും ഒക്കെ ഇതിന്റെ പഴയ ചേർത്ത് വരണം. കാലങ്ങളിൽ നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ബാത്റൂം ഇന്ന് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്റ്റുഡിയോകളായിട്ട് മാറി യാ ഇല്ലേ. നമ്മുടെ എല്ലാ സ്ട്രെസ്സും കൊണ്ട് വലിച്ചെറിയാൻ പറ്റുന്ന ഈ ജാഗ്വാർ പോലുള്ള കമ്പനികൾക്ക് അത് മറ്റേ വെൽനെസ് എന്ന് പറഞ്ഞിട്ട് അവർ കിടക്കാം. അതെ കൺസെപ്റ്റിൽ പോലും കൺസെപ്റ്റ് അതെ ആ സാധനങ്ങൾ ഇറങ്ങി തുടങ്ങി. അതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്റീരിയർ ഇതെല്ലാം പെടും. ഇത് ചെയ്യുന്ന ആൾക്കാർ വ്യത്യസ്തമായിരിക്കും. ഇപ്പം ടൈല് ചെയ്യുന്ന ഇന്റീരിയർ ചെയ്യുന്നവർ ടൈല് ചെയ്യാൻ പറയാൻ പറ്റില്ല. പക്ഷേ ടൈലിന്റെ കളറും ഒക്കെ ആയിട്ട് അത് മെർജ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ആണ് അതിന്റെ ഒരു നമ്മുടെ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വിഷയമായിട്ട് കാണാം അല്ലേ. വി ആർ സൈനിങ് ഓഫ്. ആർക്കിടെക്ട് ടോക്സ്.